വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SCRT സോഷ്യൽ സയൻസ് ക്ലാസ് 7 ചാപ്റ്റർ 6 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതാണ് ചാപ്റ്ററിൻ്റെ നെയിം. നമുക്ക് നോക്കാം. ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. ലോകത്തിലെ പ്രധാന സമുദ്രങ്ങൾ ഏവ? പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ കരഭാഗമാണ് ഭൂഖണ്ഡം അഥവാ വൻകര. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട വിസ്തൃതമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ 7 വൻകരകളാണുള്ളത്. മഹാസമുദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വൻകരകളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. രണ്ടാമത്തേത് ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? അത് ഏഷ്യൻ ഭൂഖണ്ഡമാണ്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ തുടങ്ങിയവയാണ്. എന്താണ് ഭൂഖണ്ഡവും ഉപഭൂഖണ്ഡവും തമ്മിലുള്ള വ്യത്യാസം? ഭൂഖണ്ഡം എന്നാൽ വിശാലമായ കരയുടെ ഭാഗമാണ്. വലിപ്പം വളരെ കൂടുതലാണ്. വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രകൃതിദത്ത അതിർത്തികളാൽ വേർതിരിക്കപ്പെടുന്ന ഭാഗവുമാണ്. എന്നാൽ ഉപഭൂഖണ്ഡമാകുമ്പോഴോ വിശാലമായ ഭൂഖണ്ഡ ഭാഗമാണ്. വലിപ്പം കുറവാണ്. വ്യത്യസ്തമായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രകൃതിദത്ത അതിർത്തികളാൽ വേർതിരിക്കപ്പെടുന്ന ഭൂഭാഗമാണിത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായ ദ്വീപ് രാഷ്ട്രങ്ങൾ മാലദ്വീപും ശ്രീലങ്കയും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപസമൂഹങ്ങൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് തുടങ്ങിയവയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിർത്തികൾ വടക്ക് ഹിമാലയം, കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? പാകിസ്ഥാൻ. ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ നിരകളിലാണ്. ഓക്കെ, താങ്ക് യു.